ഉണ്ണിയമ്മേ കുമ്പടി വന്നു. വാഹനം ഇടിച്ചു കയറ്റി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മന്ത്രി കെ ടി ജലീൽ ഇതിലെ പ്രതിപട്ടികയിൽ എവിടെയും കാണുന്നില്ല. അതിനൊന്നും ഇല്ലേ? സാക്ഷി പട്ടിക കൊടുത്തിട്ടുണ്ട്. സാക്ഷികളുടെ പട്ടികയിലെങ്കിലും ഇവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, സാക്ഷി പോലുമല്ല എന്ന് കാണാൻ കഴിയുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇഡി എഴുതി വെച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ മൊഴി പ്രകാരം പേസ് പാർക്കിലെ തന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നു എന്നാണ്. അത് വിശദീകരിക്കപ്പെടേണ്ടതല്ലേ ശ്രീ? അത് ഉത്തരം പറ. അത് കുറ്റപത്രത്തിലെ വാചകം സ്വപ്ന സുരേഷ് അപ്പോയിന്റ്മെന്റ് വാസ് ഇൻ ദ നോളജ് ഓഫ് സിഎം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ അർത്ഥം എന്താ? നിയമനം മുഖ്യമന്ത്രിയുടെ അറിവിൽപ്പെട്ടിരുന്നു എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അല്ല ഒരു കാര്യം, ഞാൻ ഉദ്ധരിച്ചത് വാർത്തയാണ്. താങ്കളെ അങ്ങനെ തന്നെ എടുക്കാം. ഇതാണ് ഉത്തരവ്. ശിവശങ്കരൻ എന്താണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ കാര്യം ശ്രീ റഹീം? അത് ശിവശങ്കറിനോട് തന്നെ ചോദിക്കൂ. ശിവശങ്കറിനോട് ഇഡി ചോദ്യം ചെയ്തല്ലോ മാരത്തോൺ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ആവശ്യമായി എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ട് ഒട്ടും ഈ കേസുമായി റിലവന്റ് അല്ലാത്ത കാര്യം രാഷ്ട്രീയ പ്രേരിതമായി എഴുതി ചേർത്ത് വെച്ചിട്ട് അതെല്ലാം ചർച്ചയുണ്ടാക്കുന്നത് എന്തിന്റെ ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അതൊരു യുക്തിസഹമായ ചോദ്യമായി അവതരിപ്പിച്ച് സർക്കാർ അത് വിശദീകരിക്കണം. മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾക്കല്ല യുക്തിസഹമായ ചോദ്യങ്ങളല്ല എന്ന് പറയുന്നത് റഹീം. ഈ ചോദ്യത്തിന് യുക്തിയുണ്ട്, താങ്കൾക്ക് മറുപടിയില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? താങ്കൾക്ക് മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ യുക്തിസഹമല്ലാത്ത ചോദ്യമാകില്ല. എന്താണ് പറയൂ ശ്രീ ശിവശങ്കറിന് ലൈഫ് മിഷനിൽ എന്താണ് പങ്കാളിത്തം? അതായത് മറ്റേ ഇതില്ലടാ, മൊഴി കുറ്റപത്രത്തിൽ രേഖപ്പെടുത്താത്തത് വേറെ മൊഴി വ്യത്യാസമൊന്നുമില്ല. മൊഴി ഒന്നേ ഉള്ളൂ. മറുപടിയില്ല, സമ്മതിക്കുമോ? അങ്ങ് കേൾക്കൂ, മൊത്തം പറയാൻ അനുവദിക്കണം. മറുപടിയില്ല എന്ന് സമ്മതിക്കുമോ ശ്രീ റഹീം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇടപെടരുത്. അല്ല അങ്ങ് കേൾക്കുന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. നിങ്ങൾക്ക് നേരിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നിവൃത്തിയില്ല, ദേഷ്യപ്പെടുകയല്ലാതെ വഴിയില്ല. അതിങ്ങനെ നിഗമനത്തിലെത്താനാണ്. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്റെ മറുപടി നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല. എന്റെ മറുപടി വിശദീകരണവും ഞാൻ ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞോളാം. അവസാനിപ്പിക്കും. ഇല്ല, ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. റഹീം ഉത്തരം പറഞ്ഞോളൂ. 3 മിനിറ്റ് കൂടിയുണ്ട്. ഉത്തരം പറയൂ. ലൈഫ് മിഷനിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം എന്താണ്? ഇടയ്ക്കിടപെടരുത്. ലൈഫ് മിഷനിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നയാളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവാദിത്തം. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്ത് ഉത്തരവാദിത്തം? എന്നാണ് അതിന്റെ ഉത്തരം. എന്താണ് ഉത്തരവാദിത്തം? രണ്ടാമത്തേത്, ഈ പദ്ധതി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. താങ്കൾ അനുവദിക്കുന്നില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. താങ്കൾക്ക് എന്നെ പരാജിതനാക്കി അങ്ങ് അവസാനിപ്പിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം എന്ന ലക്ഷ്യത്തോട് മാത്രമേ താങ്കൾ പറഞ്ഞു. താങ്കൾ അങ്ങ് ഏകപക്ഷീയമായി അങ്ങ് നിറഞ്ഞാടി അങ്ങ് അവസാനിപ്പിച്ചു. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ശ്രീ റഹീം, ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റതിഥികളുടെ സമയം കൂടി എടുത്ത് താങ്കൾക്ക് സമയം തന്നു. ഫേസ്ബുക്ക് ലൈവ് ഇടുകയും ചെയ്യാം. പക്ഷെ അതിനു മുൻപേ ഉത്തരം പറയൂ. ഉത്തരമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കേൾക്കണം. ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം ഷാനി മനസ്സിലാക്കണം. ഈ ചർച്ചയിൽ വരേണ്ട കാര്യം പോലുമില്ല. CPI-യില്ല വന്നത് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദ എന്ന് കണ്ടുകൊള്ളണം. ഭയങ്കരം തന്നെ. ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതല്ല. പക്ഷെ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളെ ക്ഷണിച്ചു, എന്നിട്ട് വന്നവരാണ്. ഉത്തരമില്ലാത്തവരെ വീട്ടിലിരിക്കുള്ളൂ, വരേണ്ട കാര്യമില്ല. വന്നതാണ്. പിന്നെ വരുമ്പോൾ ആ മര്യാദ കാണിക്കണം. എന്തോന്ന് അടവ്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഉത്തരം മുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യം അപ്പുറത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. ഉത്തരമുള്ള എന്നോട് ഉത്തരം മുട്ടിയവനായി ചിത്രീകരിച്ച് അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമെങ്കിൽ ഉത്തരമില്ലാതെ CPM പ്രതിനിധി പോയി എന്നാണ് നിങ്ങൾക്ക് രണ്ടുപേരും എഴുതാനുള്ളത് എങ്കിൽ ഞാനങ്ങ് നിർത്തിത്തരാന്ന് നിങ്ങൾക്ക് പറഞ്ഞ അവസാനിപ്പിക്കും. ഒന്നും എഴുതാറില്ല. ഇത് തത്സമയ ചർച്ചയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.
തൽക്കാലം ഇത്രയും മതി. വരട്ടെ.